ആത്മീയമായ ചൂഷണങ്ങൾ രംഗത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ നേതൃത്വത്തിലെ ആളുകൾ സ്വാഭാവികമായും ആത്മീയതയെ ചൂഷണം ചെയ്യുന്നത് വോട്ട് ബാങ്കുമായി ബന്ധപ്പെടുത്തിയ മേഖലയിൽ. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, മലപ്പുറം ജില്ലയിലെ മേൽമുറി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ മേൽമുറി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പ്രാർത്ഥനാ സമ്മേളനം നടക്കുന്നു. ആ പ്രാർത്ഥനാ സമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ആ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനും ആശംസ അർപ്പിക്കുവാനും മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാകുന്നു. പറഞ്ഞു വന്നത് ആത്മീയ ചൂഷണത്തിന്റെ വിവിധങ്ങളായ വഴികളിൽ ഒരു വഴിയാണ് രാഷ്ട്രീയ നേതൃത്വം നിർവഹിക്കുന്ന ആത്മീയമായ ചൂഷണം. രണ്ടാമത്തെ വഴി എന്നത് മുട്ടുശാന്തിയുടെയും ദൈവത്തിന്റെ ഇടനിലക്കാരനായി രംഗത്ത് വരികയും ചെയ്യുന്ന കപടവേഷങ്ങളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവും പരിപാലകനുമായ പടച്ചതമ്പുരാന് ഇടനിലക്കാരായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആത്മീയമായ ഇടനിലക്കാരെയും സൃഷ്ടാവിലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായി രംഗത്ത് വരുന്ന കപടവേഷധാരികളായിട്ടുള്ള മധ്യവർത്തികളെയും പൂർണ്ണമായി എതിർത്തുകൊണ്ട് ദൈവികമായ പരിവേഷമോ ദൈവികമായ ശക്തിയുടെ പിന്തുണയോ ചൈതന്യമോ അംശമോ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും ഒരു സൃഷ്ടിക്കും സാധ്യമല്ലെന്ന കൃത്യമായ പ്രഖ്യാപനമാണ് വിശുദ്ധ ഖുർആൻ നിർവഹിക്കുന്നത്. ദൈവത്തിന്റെ അടയാളന്മാരില്ല, സൃഷ്ടാവായ പടച്ചതമ്പുരാന് മധ്യവർത്തികളില്ല, സൃഷ്ടാവായ പടച്ചവനിലേക്ക് ആരാധനയിലൂടെ ആത്മീയമായ ജീവിതത്തിലൂടെ അടുക്കാൻ ആവശ്യമായ കുറുക്കുവഴികളില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, പടച്ചതമ്പുരാന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം മാത്രമേ വിശ്വാസവ്യതിയാനമായി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന പ്രഖ്യാപനമല്ല. അറിയാവുന്നതുപോലെ മഹാനായ പ്രവാചകന്റെ മുമ്പിൽ വിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾ വന്നു. ആ ആളുകൾ സമീപകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളായിരുന്നു. അവർ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകനരിയായി വൃന്ദത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടി അവർ യാത്ര പോകേണ്ടി വന്നു. യാത്രാമധ്യേ പ്രവാചകരോട് അവർ പറഞ്ഞു, എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യക്തികളുടെ പ്രസ്താവനയെ തിരുത്തി പറയാൻ കാരണമായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. എന്നൊരു വൃക്ഷം, ആ വൃക്ഷത്തിൽ വാളുകൾ കൊളുത്തിയിട്ടാൽ പ്രത്യേകമായ ആത്മീയമായ പരിവേഷത്തിന്റെ പേരിൽ യുദ്ധത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഒരു സിദ്ധി ലഭ്യമാണ് എന്ന വിശ്വാസം ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്കുണ്ടായിരുന്നു. ആ ബഹുദൈവ വിശ്വാസത്തിന്റെ ആത്മീയമായ ചൈതന്യം ഈ മരത്തിലുണ്ട് എന്ന വിശ്വാസത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് വളർന്നു വന്നിരുന്ന ആളുകൾ ഇസ്ലാമിന്റെ ധന്യമായ പാതയിലേക്ക് വന്നപ്പോൾ അവരുടെ മനസ്സിൽ ഈ ആശയം പൂർണ്ണമായ അളവിൽ ഒഴിവാക്കാനുള്ള അവസ്ഥ വന്നില്ല. പ്രവാചകരോട് പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് ദാത്യാൻവാത്തി എന്ന മരത്തിൽ വാള് കൊളുത്തിയിട്ട് ബർക്കത്ത് സ്വീകരിക്കാൻ ആവശ്യമായ ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും ദാത്യാൻവാത്തി എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെ ആത്മീയമായ ഒരു ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഒരു സാധ്യതയൊരുക്കാൻ വേണ്ടി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, നിങ്ങളിപ്പോൾ പറഞ്ഞത് അള്ളാഹുവിന് മറ്റൊരു അള്ളാഹുവിനെ സമനായി സ്വീകരിച്ചതിന്റെ തുല്യമാണ്. ഒരു ആരാധ്യനെ സമന്മാരായി മറ്റൊരു ആരാധ്യനെ സ്വീകരിച്ചതിന്റെ തുല്യമാണ്. പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയ സമയത്ത് കണ്ടുകൊണ്ട് കാണാൻ കഴിയാവുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണമെന്ന അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വന്നിരുന്ന ആ ഇസ്രായേൽ സമൂഹത്തിന്റെ പ്രഖ്യാപനത്തെ പോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ വേണമെന്നത് പറഞ്ഞതിന് തുല്യമാണ് നിങ്ങൾ ഇപ്പോൾ പ്രസ്താവിച്ചത് എന്ന് മഹാനായ പ്രവാചകൻ ഇവരോട് പറഞ്ഞു. അള്ളാഹുവിനെ പോലെ കാണുന്ന, അള്ളാഹുവിനെ പോലെ
കേൾക്കുന്ന, അള്ളാഹുവിനെ പോലെ അറിയുന്ന, അള്ളാഹുവിനെ പോലെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിന്റെ ഗുണഗണങ്ങളോ നാമവിശേഷണങ്ങളോ കഴിവുകളോ സിദ്ധികളോ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു പടച്ചവനാണ് ഈ വൃക്ഷമെന്ന് ആ ആളുകൾക്ക് ധാരണയില്ല, വിശ്വാസമില്ല, ആലോചനയില്ല. എന്നിട്ട് കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ആ മരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആത്മീയമായ ചൈതന്യമോ ബർക്കത്തോ ലഭ്യമാകണമെന്ന ഉദ്ദേശമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ സിദ്ധാവിന് സമന്മാരെ സ്വീകരിച്ചതിന് തുല്യമാണ്, ആരാധ്യന് സമന്മാരെ സ്വീകരിച്ചതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. അതാണ് ഖുർആൻ പറഞ്ഞത്, ലൈസ കമിസ്ലിഹി ശൈഉൻ. ഒരു നിലക്കും അള്ളാഹുവിന് സമന്മാരായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. അള്ളാഹുവിന് സമന്മാരായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സിദ്ധാവായ പടച്ചതമ്പുരാന് സമന്മാരായി ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന കൃത്യമായ പ്രഖ്യാപനം നിർവഹിക്കുന്ന വിശുദ്ധ ഖുർആൻ എല്ലാവിധ ഇടനിലക്കാരെയും എതിർത്ത് തോൽപ്പിക്കുന്നു, ശരിയല്ലെന്ന് പ്രഖ്യാപിക്കുന്നു.